ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أوصيكم وإياي أولا بتقوى الله ഏറെ സ്നേഹാദരണ്യരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിലുടനീളം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനോടുകൂടി മരണം കൈവരിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വിലയേറിയ കാര്യമെന്നത് യാതൊരു നിലയും വിലയും കൽപ്പിക്കാതെ മനുഷ്യർ പാഴാക്കുന്ന ഒരു കാര്യമാണ്. എന്താണത്? അതാണ് സമയം. പണ്ഡിതന്മാർ പറയുന്നത്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ വിജയം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഈ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വിലയേറിയ കാര്യം എന്നത് അവന്റെ സമയമാണ്. പക്ഷെ ആ സമയത്തിന് യാതൊരു നിലയും വിലയും കൽപ്പിക്കുന്നില്ല. നമുക്കറിയാം, പണം, സമ്പത്ത് നമ്മളത് പാഴാക്കുകയില്ല. നമ്മുടെ ഭക്ഷണം നമ്മളത് പാഴാക്കുകയില്ല. നമ്മുടെ പ്ലേറ്റിലെ അവസാന മാംസകഷ്ണവും അത് പാഴാക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് കഴിച്ചേക്കാം. പക്ഷെ അതിനേക്കാളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട സമയത്തെ യാതൊരു ഉപകാരവുമില്ലാത്ത വിധത്തിൽ, ദുനിയാവിലും നാളെ പരലോകത്തിലും ഉപകാരമില്ലാത്ത വിധത്തിൽ പാഴാക്കി കളയുന്ന വിഷയത്തിൽ നമുക്കൊരു സങ്കടവും ഒരു സങ്കടവും തോന്നുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ അറിയുക, സമയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണ്. സമയം നഷ്ടപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതമാണ്. മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, യബ്ന ആദം ഇന്നമാ അൻത അയ്യാം. ആദം സന്തതികളെ, നിങ്ങളെന്ന് പറയുന്നത് ഏതാനും ദിവസങ്ങൾ മാത്രമാണ്. ഇദാ ദഹബ യൗമുൻ ദഹബ ബഅദുക്. ഒരു ദിവസം പോയാൽ നിന്റെ ജീവിതത്തിലെ ചില ഭാഗങ്ങളാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് ജീവിതത്തെ ഉപയോഗപ്പെടുത്തണം, സമയത്തെ ഉപയോഗപ്പെടുത്തണമെന്ന് അദ്ദേഹം ഉണർത്താറുണ്ട്. ദഖാതു ഖൽബിൽ മർഇ ഖായിലത്തുൻ ലഹു ഇന്നൽ ഹയാത ദഖായിഖുൻ വസവാനി. നമ്മുടെ മനുഷ്യരുടെ ഓരോ ഹൃദയമിടിപ്പും അവനോട് വിളിച്ചു പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്താണ്? ഇന്നൽ ഹയാത ദഖായിഖുൻ വസവാനി. തീർച്ചയായും ജീവിതം എന്ന് പറയുന്നത് മിനിറ്റുകളും സെക്കൻഡുകളും മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ ജീവിതം നമ്മൾ നാളെ പരലോകത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. നാളെ ഖിയാമത്ത് നാളിലെ ഏറ്റവും വലിയ വിലാപങ്ങളിൽ ഒന്ന്, യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി. എന്റെ നാശമേ, ഈ ഒരു പരലോകത്തിലെ സാക്ഷാൽ ജീവിതത്തിന് വേണ്ടി ഞാൻ മുൻകൂട്ടി കർമ്മങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ, ദുനിയാവിലെ ജീവിതം ഞാൻ ഉപയോഗപ്പെടുത്തിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന വിലാപം മഹ്ശറിലെ വലിയ വിലാപമാണ്. മരണസമയത്തെ സങ്കടവും അത് തന്നെയാണ്. റബ്ബന അഖിർനാ ഇലാ അജലിൻ ഖരീബ്.
നുജിബ് ദഅവതക വനത്തബിഉർ റസൂൽ. അല്ലാഹുവേ, ഒരൽപ സമയം കൂടി നീ ഞങ്ങൾക്ക് നീട്ടിത്തരുകയാണ് എങ്കിൽ നിന്റെ ദഅവത്തിന് ഞങ്ങൾ ഉത്തരം നൽകാം, നിന്റെ പ്രവാചകനെ പിൻപറ്റുകയും ചെയ്യാം എന്ന് പറയുകയാണ്. നോക്കൂ, ആ അവസാന സമയത്താണ്, മരണമെത്തുന്ന സമയത്താണ് ഞാൻ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകാം, അവന്റെ പ്രവാചകനെ പിൻപറ്റാം എന്ന് പറയുന്നത് മരണമെത്തുമ്പോഴാണ്. ഒരു ജീവിതം ലഭിച്ചിട്ട് അവൻ പറഞ്ഞില്ല. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ഉപയോഗപ്പെടുത്തണം 5 കാര്യങ്ങൾക്ക് മുമ്പുള്ള 5 കാര്യങ്ങൾ. അതിലൊന്ന് ഹയാതക ഖബല മൗതിക്, മരണം വരുന്നതിന് മുമ്പുള്ള ജീവിതത്തെ ഉപയോഗപ്പെടുത്തണം. കാരണം ഖിയാമത്ത് നാളിൽ അള്ളാഹു ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്ന് അൻ ഉംരിഹി ഫീമാ അഫ്ന, നിന്റെ ആയുസ്സിനെ നീ ഏത് വിഷയത്തിൽ ചെലവഴിച്ചു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെയും സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം. നമുക്ക് ലഭിച്ചിട്ടുള്ള സമയം അനാവശ്യമായ ഷോർട്സുകളിലോ റീൽസുകളിലോ അതുപോലെ തന്നെ അനാവശ്യമായ ചിന്തകളിലും അതുപോലെ അനാവശ്യമായ കൂട്ടുകെട്ടിലും യാത്രകളിലും നഷ്ടപ്പെടുത്തി കളയാതെ ഓരോ നിമിഷത്തെക്കുറിച്ചും നാളെ പരലോകത്ത് ചോദിക്കപ്പെടുമെന്ന ബോധത്തോടു കൂടി നമ്മൾ ജീവിക്കുക. നാളെ പരലോകത്ത് കർമ്മങ്ങളുടെ ഏടുകൾ നൽകപ്പെടുമ്പോൾ അത് സന്തോഷത്തോടു കൂടി വലത് കൈ കൊണ്ട് സന്തോഷത്തോടു കൂടി അത് ഏറ്റുവാങ്ങാനും അത് കണ്ട് ഹാ ഉഖറഉ കിതാബിയ, ഇതാ എന്റെ കർമ്മങ്ങളുടെ രേഖ, ഇതാ വായിച്ചു നോക്കൂ എന്ന് സന്തോഷത്തോടു കൂടി പറയാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ഈ ജീവിതം, നമുക്ക് ലഭിച്ച ജീവിതം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ദുനിയാവ് എന്ന് പറയുന്നത് അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ദുനിയാവ് നാളെ പരലോകത്തേക്കുള്ള കൃഷിയിടമാണ്. നമ്മളിവിടെ നല്ല വിത്തുകൾ പാകുകയാണ് എങ്കിൽ നാളെ പരലോകത്ത് നമുക്കത് കൊയ്തെടുക്കാൻ സാധിക്കും. അതിന്റെ നന്മകൾ നമുക്ക് നാളെ പരലോകത്ത് ലഭിക്കുമെന്നാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, ആരെങ്കിലും ഒരു അണുമണി തൂക്കം നന്മയാണ് ചെയ്യുന്നതെങ്കിൽ അവനത് കാണും, അവനത് ലഭിക്കുമെന്നാണ്. എന്നാൽ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ, ആരെങ്കിലും ഒരു അണുമണി തൂക്കം തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ അതും അവന് ലഭിക്കുമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജീവിതത്തെയും മരണത്തെയും ഒക്കെ സംവിധാനിച്ചതിന്റെ ലക്ഷ്യമായി കൊണ്ട് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് അറിയാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ദുനിയാവിലെ ജീവിതം നമ്മൾ ഉപയോഗപ്പെടുത്തണം നാളെ പരലോകത്തിലെ വിജയത്തിന് വേണ്ടി. മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ സഹാബിയായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പ്രഗൽഭ ശിഷ്യനായ സാബിത്തുൽ ബുനാനി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം മരണശയ്യയിൽ കിടക്കുമ്പോൾ തന്റെ മകൻ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അടുക്കലേക്ക് ചെന്നു. അപ്പോൾ ആ ഉപ്പ സാബിത്തുൽ ബുനാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, യാ ബുനയ്യ ദഅനി, അല്ലയോ മകനെ നീ എന്നെ വിട്ടേക്കൂ, ഇന്നി അന വിർദി അസ്സാദിസ്, ഞാൻ ഇന്നത്തെ ദിവസത്തിൽ സാധാരണ ഞാൻ ചൊല്ലാറുള്ള ആ ദിക്റുകളുടെ കൂട്ടത്തിലെ 6ാമത്തെ ദിക്റിലാണ് ഞാൻ, അതുകൊണ്ട് എന്നെ വിട്ടേക്കൂ, ഞാൻ ദിക്റുകൾ പൂർത്തീകരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. നോക്കൂ, അവസാനത്തെ ആ മരണശയ്യയിൽ പോലും, മരിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ പോലും അവിടുന്ന് പറഞ്ഞത് ഞാൻ ദിക്റുകൾ പൂർത്തീകരിക്കട്ടെ എന്നാണ്. എന്തായിരുന്നു അവർ അങ്ങനെ പറയാനുള്ള കാരണം? സലഫു സ്വാലിഹ്യങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ മരണസമയത്ത് ദിക്റുകൾ അധികരിപ്പിക്കുന്നു, സ്വലാത്തുകൾ അധികരിപ്പിക്കുന്നു. അവരോട് ചോദിക്കപ്പെട്ടു, എന്താണ് ഈ ഒരു സമയത്ത് ഇങ്ങനെ? അവര് പറഞ്ഞു, ഞങ്ങളുടെ കർമ്മങ്ങളുടെ രേഖകളുടെ ആ പുസ്തകം അടച്ചുവെക്കാൻ പോവുകയാണ്. ആ അടച്ചു വെക്കുന്നതിന്റെ അവസാനത്തെ പേജെങ്കിലും നന്മകൾ ചെയ്ത് നിറക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇദാ മാത ഇബ്നു ആദം ഇൻഖതാ അമലു, ഒരു മനുഷ്യൻ അവൻ മരിക്കുന്നതോടുകൂടി അവന്റെ അമലുകൾ മുറിഞ്ഞു പോകുന്നതാണ്. പിന്നീട് ഒരു അമല് ചെയ്യാനുള്ള ഒരു അവസരം അവനില്ല. ആ മരണം അമലിനെ മുറിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ അവസാന നിമിഷം നന്മകൾ ചെയ്തുകൊണ്ട് രേഖകൾ നിറക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലുടനീളം വിശ്വാസികളോട് പറയുന്നത്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഈ ജീവിതത്തെ ഉപയോഗപ്പെടുത്തണമെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി
ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ. നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടി വെള്ളിയാഴ്ച ദിവസം വിളിക്കപ്പെട്ടാൽ നിങ്ങൾ കച്ചവടം ഉപേക്ഷിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരിക. അത്രയും സമയം അവർ എന്ത് ചെയ്യുകയാണ്? കച്ചവടം ചെയ്യുകയാണ്. നമസ്കാരം കഴിഞ്ഞു. പിന്നീട് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫൻതശിറു ഫിൽ അർദ്. നിങ്ങൾ നമസ്കാരം കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് പോയിക്കൊള്ളൂ എന്നാണ്. കാരണം ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. നിങ്ങൾ ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്, അഥവാ അല്ലാഹുവിലേക്ക് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങൾ അധ്വാനിക്കുക. ദുനിയാവിലെ നന്മകൾ നേടിയെടുക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ പരലോകത്തിലെ വിജയത്തിന് വേണ്ടിയും നിങ്ങൾ പരിശ്രമിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കൃത്യമായി കൊണ്ട് ഉണർത്തുകയാണ്. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാളെ പരലോകത്ത് വിജയിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وأصلي وأسلم على خاتم الأنبياء والمرسلين وعلى آله وصحبه أجمعين أوصيكم وإياي ثانيا بتقوى الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയനിറഞ്ഞ സത്യവിശ്വാസികളെ, സമയത്തിന്റെ ഉപയോഗത്തിൽ പ്രധാനമായിക്കൊണ്ടും രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിലൊന്ന്, കൃത്യമായ പ്ലാനിങ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ആ പ്ലാനിങ്ങിനെ തെറ്റിക്കാൻ ഒരാളെയും നമ്മൾ അനുവദിക്കാൻ പാടില്ല. സലഫു സാലിഹീങ്ങളുടെ ജീവിതം എടുത്ത് പരിശോധിക്കുകയാണ് എങ്കിൽ അവർക്ക് എല്ലാത്തിനും കൃത്യമായ സമയങ്ങൾ ഉണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ, ഹദീസുകൾ ഹൃദയസ്ഥമാക്കാൻ, മറ്റ് അദ്കാറുകൾ ചൊല്ലാൻ, അതുപോലെ തന്നെ കുടുംബബന്ധം ചേർക്കാൻ, രോഗികളെ സന്ദർശിക്കാൻ എന്ന് തുടങ്ങി നമസ്കരിക്കാൻ, എല്ലാറ്റിനും അവർക്ക് കൃത്യമായി കൊണ്ടുള്ള സമയം അവർ ചിട്ടപ്പെടുത്തിയിരുന്നു. അങ്ങനെ ജീവിതത്തെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി, ടൈം ടേബിളിലോടുകൂടി നമുക്ക് കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവരോട് എന്തെങ്കിലും നിലക്കുള്ള അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾക്ക് വേണ്ടിയോ ആഹ്ലാദങ്ങൾക്ക് വേണ്ടിയോ ക്ഷണിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അല്പം സംസാരിക്കാമെന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന മറുപടി അംസികി ഷംസ്, നിങ്ങൾ സൂര്യനെ പിടിച്ചു വെക്കാൻ സാധിക്കുമെങ്കിൽ ഞാൻ വരാം, ഇല്ല എങ്കിൽ എനിക്ക് ഇബാദത്തുകൾ ചെയ്യാനും അള്ളാഹുവിന് വേണ്ടി ധാരാളം ഇബാദത്തുകൾ ചെയ്യാനേ എനിക്ക് സമയമുള്ളൂ എന്ന് അവർ കൃത്യമായി കൊണ്ട് പറഞ്ഞിരുന്നു. ഇപ്രകാരം നമ്മുടെ സമയത്തെ പ്ലാനിങ്ങോടുകൂടി ഉപയോഗപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഒഴിവ് സമയങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ്. ജനങ്ങളിൽ അധിക ആളുകളും വഞ്ചിതരായിട്ടുള്ള അള്ളാഹു നൽകിയിട്ടുള്ള രണ്ട് അനുഗ്രഹങ്ങൾ ഏതാണ്? അസ്സിഹ്ഹത്തു വൽ ഫറാഗ്. ഒന്ന് ആരോഗ്യവും ഒഴിവ് സമയവുമാണ്. ഈ രണ്ട് അനുഗ്രഹങ്ങൾ ഒരാൾക്ക് ലഭിച്ചുവെങ്കിൽ അവൻ വലിയ അനുഗ്രഹത്തിലാണ്. നമ്മൾ പലപ്പോഴും തിന്മകളിലേക്ക് സഞ്ചരിക്കാനുള്ള ഒരു കാരണം നമ്മുടെ സമയത്തെ, ഒഴിവ് സമയങ്ങളെ കൃത്യമായി കൊണ്ട് പ്ലാനിങ്ങോടുകൂടി ചിട്ടപ്പെടുത്താത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അപ്രകാരം നമ്മുടെ സമയങ്ങളെ കൃത്യമായി കൊണ്ട് ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, അങ്ങേയറ്റം ബുദ്ധിപരമായിട്ടായിരിക്കണം നമ്മൾ സമയത്തെ ഉപയോഗപ്പെടുത്തേണ്ടത്. കാരണം നമ്മുടെ വിജയവും നമ്മുടെ പരാജയവും ഒരുപക്ഷെ ജീവിതത്തിലെ ഒരു സെക്കൻഡ് കൊണ്ട് സംഭവിക്കുന്ന കാര്യമായിരിക്കും. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന അധ്യായത്തെ വിശദീകരിക്കുന്നിടത്ത് മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ പരലോകത്ത് അവൻ ഏറ്റവും അഭിമാനിക്കുന്നത് 1000 ദിവസങ്ങൾ അവന് ജീവിച്ചിട്ടുണ്ട് എങ്കിലും തന്റെ ജീവിതത്തിലുണ്ടായ ഒരു സെക്കൻഡിലെ ഒരു നിമിഷത്തെ കുറിച്ച് അവൻ അഭിമാനിക്കുമെന്നാണ്. എപ്പോഴാണത്? ജീവിതത്തിൽ മുഴുവൻ തിന്മകൾ ചെയ്ത്, തോന്നിയവാസങ്ങൾ ചെയ്ത്, അവസാനം അല്ലാഹുവേ ഞാൻ നിന്നിലേക്ക് തൗബ ചെയ്തു മടങ്ങുന്നു, ഞാൻ നിന്നിലേക്ക് മടങ്ങുന്നു എന്ന് പറയാൻ അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവുക ഒരു സെക്കൻഡ് മാത്രമാണ്. ആ ഒരു സെക്കൻഡാണ് അദ്ദേഹം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അഭിമാനിച്ചിട്ടുണ്ടാവുക. അതുപോലെ തന്നെ അള്ളാഹുവാണ് നിനക്ക് അള്ളാഹു പുറത്തു തരികയില്ല എന്ന് ഒരു ആബിദായിട്ടുള്ള അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ച ഒരു വ്യക്തി ഒരു പാപിയായ മനുഷ്യനോട് പറഞ്ഞപ്പോൾ
ഒരു സെക്കൻഡ് കൊണ്ടാണ് പറഞ്ഞത്, ഏറെ ആലോചിക്കാതെ പറഞ്ഞതാണ്. അങ്ങനെ ആ ആലോചിക്കാതെ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞത് കാരണത്താൽ ആ ഒരു വ്യക്തി, ആബിദായ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആ വ്യക്തി നരകത്തിലേക്ക് പോകേണ്ടി വന്നു. ജീവിതത്തിൽ അവസരങ്ങൾ, നിമിഷങ്ങൾ കടന്നു വരും. അത് ആലോചിച്ചുകൊണ്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട്. ദാഹിച്ചു വലഞ്ഞ നായ തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ആ നായക്ക് വെള്ളം കൊടുക്കാം, വെള്ളം കൊടുക്കാതിരിക്കാം. അത് കൊടുക്കാതെ പോയാൽ ആ നിമിഷം കടന്നു പോകും. എന്നാൽ ആ നിമിഷത്തെ കൃത്യമായി കൊണ്ട് ഉപയോഗപ്പെടുത്തിയ പാപിയായ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്യുകയുണ്ടായി. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിദൂര ദിക്കിൽ നിന്നും ഒരു വ്യക്തി അദ്ദേഹത്തെ കാണാൻ വരികയാണ്. ഒട്ടകപ്പുറത്താണ് വരുന്നത്. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പ്രവാചകരെ, ഞാൻ നിങ്ങളെ കാണാൻ വന്നതാണ്, ഈമാൻ കാര്യം എന്താണ് എന്ന് എനിക്ക് പഠിപ്പിച്ചു തരണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഈമാൻ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും അദ്ദേഹം ഒരേ ഒരു വാക്കാണ് പറഞ്ഞിട്ടുള്ളത്, ഖദ് അഖറർതു, ഞാനത് അംഗീകരിച്ചിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. അടുത്ത നിമിഷം അദ്ദേഹം ആ ഒട്ടകപ്പുറത്ത് നിന്ന് വീണ് മരിക്കുകയാണ്. ഒട്ടകം മറിഞ്ഞപ്പോൾ ഒട്ടകം അദ്ദേഹത്തിന്റെ മുകളിൽ വീഴുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുകയുണ്ടായി. ഒരു നിമിഷം കൊണ്ടാണ് അത് സംഭവിച്ചത്. ഈമാൻ കാര്യം എന്താണ് എന്ന് അറിഞ്ഞപ്പോൾ അത് അല്പം ആലോചിക്കട്ടെ എന്ന് വിചാരിക്കാതെ അത് അംഗീകരിക്കുകയും അത് ഈമാൻ ഉൾക്കൊള്ളുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പല നിമിഷങ്ങളും അതുപോലെ തന്നെ സെക്കൻഡുകളും ദിവസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടും അതിൽ നമുക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അതാണ് വ്യക്തമായ പരാജയം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ ജീവിതത്തെ കൃത്യമായി കൊണ്ട് നാളെ പരലോക വിജയത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين.